15 മറ്റു കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ധനാഢ്യനായ മനുഷ്യനെ എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാനൊരു അവസരം എനിക്കുണ്ടായി. ഒരു ധനാഢ്യനായ മനുഷ്യൻ, അദ്ദേഹത്തിന് തലച്ചോറിൽ നിന്ന് അന്നനാളത്തിലൂടെ വരുന്ന ഒരു ആമാശയത്തിലേക്ക് വരുന്ന ഒരു ഞരമ്പിന് ചെറിയ ഒരു സ്ഥാനഭ്രംശം സംഭവിച്ചു പോയിരുന്നു. അതുകൊണ്ട് അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. വളരെ പ്രയാസപ്പെട്ടിട്ടല്ലാതെ, അതായത് ഭക്ഷണം അയാൾ വായിൽ വെച്ചാൽ അയാൾ ഛർദ്ദിക്കും. ഇയാൾക്ക് കൂട്ടത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വലിയ കൊതിയ ആയിരുന്നു. എന്നോട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ കൂടെ ഭക്ഷണം കഴിക്കാനൊക്കെ കൊതിയാണ്, ആഗ്രഹമുണ്ട്. അതേസമയത്ത് ഞാൻ ഭക്ഷണം കഴിച്ചാൽ ഛർദ്ദിച്ചു. ഒരാൾ പാത്രം പിടിച്ച് നിൽക്കും, വലിയ ധനാഢ്യനാണ്, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഒരാൾ പാത്രം പിടിച്ച് നിൽക്കും. അപ്പോൾ ഒരെണ്ണം വായിലിട്ടാൽ ഉടനെ ഛർദ്ദിക്കും. ഛർദ്ദിക്കുമ്പോൾ 3/4 ഭാഗവും ഈ പാത്രത്തിലേക്ക് പുറത്തു പോകും, 1/4 ഭാഗം ഉള്ളിൽ കയറും. അങ്ങനെ ഒരുപാട് തവണ ഇരുന്ന് ഭക്ഷണം കഴിക്കണം, എന്നാലേ ഒരല്പം വയറ്റിലെത്തുള്ളൂ. വലിയ ധനാഢ്യനായിരുന്നു, മരിച്ചു. ലോകത്തിന് പുറത്തു കൊടുക്കട്ടെ. ഇത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഭക്ഷണമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ കഴിക്കാൻ കഴിയില്ല. എന്താ സംഭവിച്ചത് നേരെ താഴത്തേക്ക് വരുന്ന ഒരു ഞരമ്പ് സ്ഥാനഭ്രംശം സംഭവിച്ചു പോയതാണ്. അതുകൊണ്ട് വായില ഈ ഏരിയയിലേക്ക് ഭക്ഷണം കൊണ്ട് എത്തിയ കുരച്ചു ഭയങ്കര കുരവ്, ഛർദ്ദിക്കും. ചിന്തിക്ക് നമ്മളെ അവസ്ഥ എന്താ. ഇന്നിപ്പോൾ ഈ ക്ലാസ്സിന് വേണ്ടി ഇവിടെ കയറിയപ്പോൾ ചായയും കടി അവിടെ നിന്ന് കിട്ടി, എന്ത് റായത്തിൽ കുടിച്ചു അല്ലേ പറയുന്നു. ഇതിന് നമ്മൾ 1000 കൊല്ലം അതനുഭവിച്ച ഒരു 1000 കൊല്ലം അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ മതിയാവും അല്ലേ പറയും. രാവിലെ സുബഹിൻ്റെ ബാങ്ക് കൊടുത്തപ്പോൾ പള്ളിയിൽ പോയി, ഓടി പള്ളിയിൽ നിന്ന് സുബഹി നിസ്കരിച്ചു, ഇറങ്ങി. അതിന് ചെറിയ ദിക്റും ചൊല്ലി, അല്ലെങ്കിൽ ചെറിയ ഖുർആൻ ഓതി, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ജമാഅത്ത് കഴിഞ്ഞിട്ടും അവിടെ ഇരുന്നു. പിന്നെ ഇരുന്നു. അപ്പോൾ എണീറ്റു. അപ്പോൾ അപ്പുറത്ത് നമ്മൾ ചങ്ങായി എണീറ്റു. ഇങ്ങനെ 2 ആൾ പള്ളി പടിക്കൽ ഇറങ്ങി വരുമ്പോൾ അപ്പുറത്ത് മുഹമ്മദിൻ്റെ പീടികയിൽ പുട്ടും ഇങ്ങനെ ആവി ഇങ്ങനെ പൊങ്ങണ്. ചായ വെച്ചു പോകാം, എനിക്ക് വേണ്ട, പൈസ എടുത്തിട്ടില്ല, എനിക്ക് വേണ്ട, ശരി ചായ വെച്ചു പോകാം. കയറ്റി ആവി പറക്കണ ഒരു പുട്ടും ഒരു നല്ല ഉഷാറുള്ള ഒരു പാലിൽ പറഞ്ഞ ചായയും നമുക്ക് കാണുന്നു. അത് നമ്മൾ കുടിച്ചു. അതിൻ്റെ രസത്രയാ ആണോ അല്ലേ പറയും. അതിൻ്റെ രസത്രയാ, അതിൻ്റെ സഹായത്തെത്രയാ. ഇത് ഇങ്ങോട്ട് ഇറങ്ങൂലെങ്കിലും മനുഷ്യപ്പറ്റി എന്താ പറയും, എന്താ പറയാ. ഇറങ്ങണ്ടേ, അതവൻ്റെ അല്ലേ പറയാ. അതിവിടെ എത്തിയപ്പോഴത്തേന് റാത്തിൽ ഇറക്കി തന്നതാരാ? അല്ലെങ്കിൽ പച്ചവെള്ളം കുടിക്കാൻ കഴിയൂ? പറഞ്ഞിട്ടു പച്ച വെള്ളം കുടിക്കാൻ കഴിയൂ? തൊണ്ടേ കിട്ടും പച്ചവെള്ളം, ഇറങ്ങൂല. ആണോ അല്ലേ? ഇറങ്ങൂല. അൽഹംദുലില്ലാഹ്, എൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹം. ഈ ഭക്ഷണം മാത്രമല്ല, ഈ ഭക്ഷണം എൻ്റെ വയറ്റിലെത്തി അല്ലേ. എത്രയാണ് അനുഗ്രഹം. പറയാ എന്തിപ്പോ പഠിച്ചു ചെയ്തെന്ന് ആലോചിച്ചു, ചിന്തിക്ക്. ഇന്നിപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഭക്ഷണം പൂച്ചക്ക് മറ്റേ കൊടുക്കും. ഒരു കാലത്ത് രാത്രി ഭക്ഷണം ബാക്കി ഉണ്ടാവില്ല, ബാക്കി ഉണ്ടായാൽ അത് ആവേശത്തോടെ രാവിലെ കഴിക്കും. അന്ന് ആ പഴങ്ങഞ്ഞി കുടിച്ചിരുന്ന ആളുകൾ പറഞ്ഞിരുന്ന പടച്ചോനെ റബ്ബേ നിന്റെ നിഅമത്താണ് കേട്ടോ എന്ന് പറഞ്ഞിരുന്ന ഒരു നന്ദി ഇന്നുണ്ടോ? ചിന്തിക്ക്. റബ്ബേ നിന്റെ നിഅമത്താണ്, എന്താ കുടിക്കുന്നത് പഴങ്ങഞ്ഞിയാണ്, പക്ഷേ അവർ നന്ദി എത്രേ. എന്തുകൊണ്ട് നമുക്ക് നന്ദിയില്ല? നമുക്ക് സുഭിക്ഷത കൂടിയതാ നന്ദിയില്ലാതിരിക്കാൻ കാരണം. സുഭിക്ഷത കൂടിപ്പോയതാ, അത് നന്ദിയില്ലാതിരിക്കാൻ കാരണം. ഗൾഫിൽ നിന്ന് ബാപ്പ ഇഷ്ടം പോലെ പണം അയക്കുക, അല്ലെങ്കിൽ കച്ചവടത്തിൽ ബാപ്പക്ക് വലിയ ലാഭം കിട്ടുക, അല്ലെങ്കിൽ ബാപ്പ വലിയ റിയൽ എസ്റ്റേറ്റ് മേനാണ്. ഓരോ കച്ചവടം കഴിയുമ്പോഴും ബാപ്പാക്ക് 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം അങ്ങനെ കിട്ടും. അങ്ങനെ പൊരിയ കൊണ്ടുവയ്ക്കുക, കുട്ടികളെ കാര്യമൊക്കെ നടക്കുക. അപ്പോൾ അവർക്ക് എവിടെ നിന്നാണ് ഈ നിഅമത്ത് വരുന്നത് എന്ന് അറിയില്ല. ആ നിഅമത്ത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് അറിയൂല. നേരെ മറിച്ച് 25-35 കൊല്ലം മുമ്പ് എല്ലാവർക്കും അറിയും റബ്ബിൻ്റെ നിഅമത്താണ്.
വീട്ടിൽ അരിയില്ല, നെല്ലുമില്ല. എന്നാൽ രണ്ടെണ്ണം പാടുണ്ട്, അല്ലെങ്കിൽ 4 എണ്ണം പാടുണ്ട്, അല്ലെങ്കിൽ 1 ഏക്കറുണ്ട്, അല്ലെങ്കിൽ 1 ഏക്കറുണ്ട്, എന്തോട്ടെ. അപ്പോൾ എന്ത് ചെയ്യും? മാസം ആകുമ്പോഴത്തേന് എല്ലാം മിക്കവാറും വീട്ടിൽ ജനാണ്ടിൻ്റെ വീട്ടിൽ വരെ അരി കഴിയും. അങ്ങനെയാണ് പൊതുവേ. എന്നെ അരി കഴിയാത്തൊരു അക്കാലത്ത് 1 or 2 ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ എന്ത് ചെയ്യും? പിന്നെ നേരം വിളിച്ചാൽ എല്ലാവരും ഇങ്ങനെ ഇറങ്ങി നടക്കും. എവിടേക്ക് നടക്കും? പാടവരമ്പത്തോട് നടക്കും. ചിലപ്പോൾ അമ്മ നടക്കും, മക്കൾ നടക്കും, പാപ്പി നടക്കും. എന്തുകൊണ്ട്? 2 ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും ഭക്ഷണം കിട്ടും. അത് കാണുമ്പോഴുള്ള സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല. അരി കഴിഞ്ഞുപോയി. അരി കഴിഞ്ഞപ്പോൾ നെല്ലിൻ്റെ അടുത്ത് പോയി നോക്കി. അപ്പോൾ അൽഹംദുലില്ലാ 2 ആഴ്ച കഴിഞ്ഞാൽ ഏതായാലും കൊയ്യുമല്ലോ. ഈ അൽഹംദുലില്ലാ എന്നറിയുന്നത് ഇന്ന് നമ്മൾ പറയുന്ന ജീവനില്ലാത്ത വാക്കല്ല, അതൊരു വാക്കാണ്. അൽഹംദുലില്ലാ റബ്ബേ, എൻ്റെ അനുഗ്രഹമാണ് ഈ കാണുന്നത്. എന്തുകൊണ്ട്? അരി അരി കഴിഞ്ഞത് കൊണ്ടാണ് നെല്ല് കണ്ടപ്പോൾ സന്തോഷം തോന്നിയത്. അരി കഴിഞ്ഞിട്ടില്ലെങ്കിലോ? ഇത് സാധാരണ സംഭവമാണ്. അരി കഴിഞ്ഞില്ലെങ്കിൽ അരി കഴിയാത്ത ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പുൽനെല്ലിൻ്റെ അരി ഭക്ഷണം കഴിച്ചാൽ എനിക്ക് വയറ്റിൽ കളിച്ച വലിയ മുതലാളി പറയണേ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ പരിയിൽ നെല്ല് പഴകിയാലേ കുത്തുള്ളൂ. ഓൻ്റെ അൽഹംദുലില്ലാ, സാധാരണ അൽഹംദുലില്ലാ തിന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയണമെന്ന് മദ്രസയിൽ പഠിച്ചുകൊണ്ടാണ് മോൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് വലിയ ആളായി നടക്കുന്നത്. പള്ളിൻ്റെ പ്രസിഡന്റ് ആയിരിക്കും. മോന് കൊല്ലത്തോട് കൊല്ലം ചോറുന്നാലും ചോറുമാക്കിയിരിക്കും. മനസ്സിലായില്ലേ? അൽഹംദുലില്ലാ പറയില്ലേ? പറയുമ്പോൾ സുന്നത്താക്കൂടെ. നമ്മൾ അൽഹംദുലില്ലാ പറഞ്ഞത് മനസ്സിൻ്റെ നിറവാ. അരി കഴിഞ്ഞു, അരിയില്ല, അരി കഴിഞ്ഞു, വെള്ളത്തിലായിരുന്നു, എല്ലാം കഴിഞ്ഞു. വലിയ പറഞ്ഞു എൻ്റെ അവസാനത്തെ കുത്തി കഴിഞ്ഞു. ഇനി നെല്ല് കിട്ടണമെങ്കിൽ 2 ആഴ്ച കഴിയും. അപ്പോഴോ അത് നേരം വെളുത്ത് സുബഹി നിസ്കരിച്ചു വെളുത്ത് കഴിഞ്ഞാൽ പാപ്പ അങ്ങനെ പാടത്തു കൂടെ പോയി വരും. ഭാര്യയോട് പോയി പറയും, എന്താ ആ നെല്ലിൻ്റെ ചുരുക്കൊന്ന് പോയി നോക്ക്. പാപ്പാക്കത് ചുരുക്കുണ്ടോ? എന്തുകൊണ്ട്? കുട്ടികൾ പട്ടിണിയാകുകയാണ് എന്ന് പാപ്പാക്കറിയാം. മനസ്സിലാവില്ല. എന്താ മനസ്സിലാകാത്ത നമുക്ക് സുഭിക്ഷതമായി. കുഴഞ്ഞോരില്ലേ? എന്ത് കുഴഞ്ഞോര്? അന്നത്തെ അവസ്ഥയിലേക്ക് ചേർത്ത് നോക്കിയാൽ അന്നത്തെ 1% കുഴഞ്ഞോര് ഇന്നില്ല. ഇല്ല തന്നെ ഇല്ല. എന്തുകൊണ്ട്? ഇന്നൊരാൾ കുഴഞ്ഞാൽ അതിന് സംഘടന ഉണ്ട്. KMCCൻ്റെ വക ഉണ്ടാവും, മറ്റേ CCൻ്റെ വക ഉണ്ടാവും, മറ്റവരുണ്ടാവും, മറിച്ചവരുണ്ടാവും. തെറ്റാണെന്ന് പറയല്ല, ഒക്കെ ചെയ്ത നന്മ തന്നെയാണ്. പക്ഷേ ഒരു KMCC ഇവിടെ 25-35 കൊല്ലം മുമ്പില്ല. ഇല്ലാത്തവനാണ്. മനസ്സിലാവുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് ചൊരിഞ്ഞപ്പോഴാണ് KMCC ഉണ്ടായത്. KMCC എന്തില്ലെങ്കിൽ മറ്റെന്ത് CC മറിച്ച CC അതെന്ത്? അപ്പൊ എന്തുണ്ടായി? അപ്പോൾ കഷ്ടപ്പെട്ടവനെ അതറിയില്ല. കഷ്ടപ്പെട്ട് മറ്റൊന്ന് കൊടുത്തേക്കും, അല്ലെങ്കിൽ അത് വരും, ഇത് വരും. നീ 4 ആളോട് പറഞ്ഞാൽ കിട്ടും. ഇന്നും അപ്പോഴോ എന്താ പ്രശ്നം? അല്ലാഹുവിന്റെ നിഅമത്ത് അങ്ങോട്ട് അല്ലാഹു തആല ചൊരിഞ്ഞു. എമ്പാടും അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്തിനെ ചൊരിഞ്ഞു. നിഅമത്തിനെ ചൊരിഞ്ഞപ്പോൾ ആർക്കും അല്ലാഹുവിനെ കാണാൻ കഴിയാതെ. ആർക്കും അല്ലാഹുവിനെ കാണാൻ കഴിയില്ല. ഇല്ല, ഒന്നും കാണാൻ കഴിയില്ല. ചിന്തിക്കണം. നമ്മളെ കുട്ടികളൊക്കെ ഏർവാടി, മുത്തുപേട്ട, അജ്മീർ ഒക്കെ പോയി. ഏർവാടി, മുത്തുപേട്ട, എന്താ പറയുക, പിന്നെ എന്താ പറയുക, നാവൂരൊക്കെ പോയി വരികയാണ്. നല്ലൊരു ജിയാറത്ത് യാത്ര കഴിയുമ്പോൾ എന്തിനോ വലിയൊരു പൈസ പോകും. ബാപ്പാക്കും ഉമ്മാക്കും നല്ല കാര്യമാണ്. കുട്ടികൾക്ക് നല്ല പോകട്ടുണ്ട്, നല്ല യാത്രയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ യാത്ര പോയിട്ടില്ല. ഞങ്ങളെ സ്ഥലത്ത് ആരും പോകില്ല. എന്തുകൊണ്ട്? പൈസ ഇല്ല. അങ്ങനില്ല. സ്കൂളിലേക്ക് പരീക്ഷയ്ക്ക് പോകണമെങ്കിൽ
എഴുതാനുള്ള പേപ്പർ നമ്മൾ കൊണ്ടുപോകണം. സർക്കാർ അന്ന് ചോദ്യപേപ്പർ മാത്രമേ തരൂ. ചിലപ്പോൾ സർക്കാർ ചോദ്യപേപ്പറും തരൂല. മാഷ് ഒരു ചോദ്യപേപ്പർ ഇങ്ങനെ വായിക്കും. അതാദ്യം നമ്മൾ വെള്ളപ്പേപ്പറിൽ എഴുതിയെടുക്കണം. എന്നിട്ട് നമ്മൾ ആൻസർ എഴുതണം. വെള്ളപ്പേപ്പറിന് അക്കാലത്ത് 2 പൈസ. ഏത് വെള്ളപ്പേപ്പർ? ആ വെള്ളപ്പേപ്പർ ഇനി നമ്മൾ കൈ ഉടക്കാൻ എടുക്കൂല. വൈക്കോൽ ഉണ്ടാക്കിക്കൊണ്ടാണ് ഒരു വൈക്കോലിൻ്റെ കളറാണ്. മനസ്സിലോട്ട് പറഞ്ഞു. വെള്ളപ്പേപ്പർ, ആ വെള്ളപ്പേപ്പറിന് അക്കാലത്ത് 2 പൈസ. പാഠമൊക്കെ പഠിച്ചു. പക്ഷെ നോക്കുമ്പോൾ ഉമ്മാൻ്റെ കയ്യിൽ വാപ്പ നാട്ടിലില്ല. ഉമ്മാൻ്റെ കയ്യിൽ ഉത്തരക്കടലാസ് എഴുതാൻ 2 പൈസ തരാനില്ല. പാടൊക്കെ പഠിച്ചു, പരീക്ഷയ്ക്ക് പോയില്ല. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. ഇന്നലെ രാത്രി ഒരു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് കൈയുടക്കാൻ തന്നപ്പോഴും ഞാനത് ഓർത്തിട്ടുണ്ട്. പഠിച്ചു. അക്കാലത്ത് ഈ പേപ്പർ IAS കിട്ടൂല. 2 പൈസ മതി. 2 പൈസ. ഇന്ന് 2 പൈസ വെച്ച് 10 പൈസ വെച്ച് 25 പൈസ ആരും എടുക്കൂല. സത്യമാണോ അല്ലേ? സത്യമാണോ അല്ലേ? അന്ന് എന്ത് മതി? 2 പൈസ. പഠിച്ചു, പരീക്ഷയ്ക്കില്ല. വാപ്പസ് നാട്ടിലില്ല. ഉമ്മാൻ്റെ കയ്യിൽ 2 പൈസ തരല്ല. ഇപ്പം എന്തായി? പഠിച്ചു, പരീക്ഷയ്ക്കില്ല. എന്തുകൊണ്ട്? പേപ്പറില്ല. പേപ്പർ സ്കൂളിൽ കിട്ടൂല. എൻ്റെ നമുക്ക് പറ്റിയത് നമുക്ക് പറ്റിയത് സുഭിക്ഷതയാണ്. സത്യ നന്നാവില്ല. ഈ സമാനിൽ ആൾ നന്നാവില്ല. എന്തുകൊണ്ട്? വിഷമറിയില്ല, ദുഃഖറിയില്ല. ഇപ്പോൾ ന്യായങ്ങൾ കണ്ടെത്തുക. എന്തിന്? പന്ത് കളി കണ്ടുകൂടെ? എന്താ പേര് തെറ്റ്? ഈ പന്ത് കളി 950 തുടങ്ങിയ 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ലോക ജനതയെ പറ്റിക്കാൻ വേണ്ടി തുടങ്ങിയതാണ് കുറച്ചാളുകൾ. എൻ്റെ പോട്ടെ. അപ്പം നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ. നമ്മളൊന്നും അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. എന്തുകൊണ്ട് അറിയില്ല? അതുകൊണ്ട് അറിയില്ല. വീട്ടിൽ അന്ന് എൻ്റെ കുട്ടിക്കാലത്ത് വീടുകളിലൊക്കെ നാക്കാലികളുണ്ടാവും. ആ നാക്കാലികൾക്ക് പുല്ലരിഞ്ഞു കൊടുക്കുക എന്നുള്ളത് സ്കൂളിലും മദ്രസയിലും പോകുന്ന കുട്ടികൾ ഉത്തരവായിട്ടാണ്. അവൻ നേരം വിളിച്ചാൽ അരിവാൾ വരും. എന്തിന്? പുല്ലരിഞ്ഞുകൊണ്ടായിരുന്നു. ചിലപ്പോൾ മദ്രസയിൽ പോകുന്നതിന് മുമ്പ് തന്നെ കുറച്ച് പുല്ലരിഞ്ഞിട്ട് എൻ്റെ തൊഴുത്തിൽ കൊണ്ടുപോയി വെക്കും. നിങ്ങൾ മദ്രസയിൽ പോകും. മദ്രസ ഇന്നത്തേക്കാൾ നേരത്തെ 6 മണിക്ക് മദ്രസ പോകും. ഇന്നോ 6 മണിക്ക് മദ്രസ തുടങ്ങിയിട്ട് 10 മണിക്ക് വിടും. 10 എന്നുള്ള ടം ടം എന്നിങ്ങനെ വലിയൊരു ക്ലോക്ക് ഉണ്ടായിരുന്നു മദ്രസയിൽ. ആ മദ്രസയിലെ ആ ക്ലോക്കിലെ 10ാമത്തെ മുട്ടും കൂടി മുട്ടിയാലേ വലിയ ഉസ്താദ് ബെല്ലടിച്ചോന്നറിയുന്നു. ബെല്ലടിച്ചിട്ട് എടുത്ത് ഇങ്ങനെ അടിക്കും. ഞാൻ 10ാമത്തെ മുട്ടും കൂടി മുട്ടണം. ടം എന്ന് പറഞ്ഞാൽ പറ്റില്ല. ടം 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 എന്ന് പറഞ്ഞിട്ട് എത്ര ടം പറയണം? അതുവരെ ഓടണം. 10 മണി 10 മണി 10 മണിയാണ്. ആ 10ാമത്തെ മുട്ടുമണി കഴിഞ്ഞാൽ ഉസ്താദ് ഇങ്ങനെ ആട്ടും. അപ്പൊ നമുക്ക് ബെല്ലടിക്കാം. ആ ബെല്ലടിച്ച് ഇങ്ങനെ പുറത്തേക്ക് ചാടുന്ന നേരത്തെ നമുക്ക് ഇന്ത്യക്ക് ഒന്നും കൂടി സ്വാതന്ത്ര്യം കിട്ടിയത് പോലെ തോന്നും. എന്നിട്ട് പായണം. 10:30 മണിക്ക് സ്കൂൾ തുടങ്ങും. സ്കൂളിലേക്ക് 2 കിലോമീറ്റർ ഓടണം. പുരേക്ക് ഓടണം. എന്നിട്ട് എന്തെങ്കിലും കഞ്ഞിവെള്ളം കുടിക്കണം. എന്നിട്ട് തിരിച്ചോടണം സ്കൂളിലേക്ക്. ചിന്തിക്കും. എന്നിട്ട് സ്കൂള് വിട്ട് വന്നാൽ ഉടനെ അരിവാൾ കൊണ്ടുവരും. എന്നിട്ട് പുല്ലരിയണം. എല്ലാം എൻ്റെ കരയിലെ ആളുകളൊക്കെ അങ്ങനെയായിരുന്നു. അക്കാലത്ത് എല്ലാവരും അങ്ങനെയായിരുന്നു. എന്തുകൊണ്ട്? ഈ നാക്കാളികളുടെ വരുമാനമല്ലാതെ ആ കാലഘട്ടത്തിൽ പിന്നെ പാടത്തും പറമ്പതും കിട്ടുന്ന ചെറിയ വരുമാനമല്ലാതെ ആ കാലത്ത് ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് പാല് കണ്ടാൽ അൽഹംദുലില്ലാ എന്ന് പറയും. പശുവിനൊക്കെ വന്ന് പാലെടുത്തു, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അത് കുട്ടിയും പറയും, ബാപ്പയും പറയും, എല്ലാവരും പറയും. എന്തുകൊണ്ട്? അതിൻ്റെ ഒരു സന്തോഷത്രയാണ്. അത് നമുക്ക് കുടിക്കാം. അടുത്ത വീട്ടിൽ കൊടുത്താൽ, അടുത്ത സ്ഥലങ്ങളിൽ കൊടുത്താൽ, സൊസൈറ്റി ഒന്നും ആ കാലത്തില്ല. 4 ആരെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടുപോകും, എന്തെങ്കിലും കിട്ടും. ചിന്തിക്കും നിങ്ങളെ. നമുക്ക് എന്താ പറ്റിയത്? അങ്ങനത്തെ ഒരു കാലത്ത് നമുക്കെന്ത് അർജന്റീന, നമുക്കെന്ത് ബ്രസീല്, നമുക്കെന്ത് ജർമ്മനി? പഠിച്ചോൻ തന്ന അനുഗ്രഹത്തിലാണ നിനക്ക് ജർമ്മനി ഉണ്ടായത്. ആണോ അല്ലേ? ആണോ അല്ലേ? ചിന്തിക്കും.
അള്ളാഹു ചെയ്ത നിഅമത്ത്. അള്ളാഹിനെ പറ്റി ഓർമ്മയില്ല, അള്ളാഹിനെ പറ്റി ഓർമ്മയില്ല. ഈ ജനത നന്നാവുകയില്ല. എന്തുകൊണ്ട്? അവർക്ക് സുഭിക്ഷത നശിപ്പിച്ചു പോയി. യാതൊരു സംശയമില്ല. എമ്പോടെ സുഭിക്ഷത നേരമില്ല. അത് ഈ അസറിനെ വിട്ട് സ്കൂള് വിട്ട് വന്നാൽ വേഗം പുല്ലരിഞ്ഞ് തൊഴുത്തിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഓട്ടണം. എന്തുകൊണ്ട്? മഗ്‌രിബിന് ബാങ്ക് കൊടുക്കുന്ന നേരത്തെ പള്ളിയിൽ എത്തിയിട്ടില്ലെങ്കിൽ അടി ഉറപ്പാണ്. ഇന്നത്തെ പോലെയല്ല. ഇന്ന് അടിച്ചാൽ ഉസ്താദിന് അടി ഉറപ്പാണ്. ഇത് അങ്ങനെ തന്നെയല്ലേ? ഇന്ന് കുട്ടിയെ അടിച്ചാൽ ഉസ്താദിനെ അടി ഉറപ്പാണ്. ഒന്നിരിക്കൽ രക്ഷിതാവിൽ നിന്ന് അല്ലെങ്കിൽ പോലീസിൽ നിന്ന് അടി ഉറപ്പാണ്. ഉസ്താദ് നന്നാവില്ല. നിങ്ങൾ അവിടെ നിന്ന് ബുക്ക് വാങ്ങിക്കൊള്ളു, ഞാൻ എഴുതി ഒപ്പിട്ടുതരാം. നന്നാവില്ല. ഈ ജനത നന്നാവില്ല ഒരിക്കലും. എന്തുകൊണ്ട്? കഷ്ടപ്പാടറിയില്ല. കഷ്ടപ്പാടറിയുമ്പോഴേ, വേനൽ അനുഭവിച്ചാലേ വർഷത്തിൽ മഴയ്ക്ക് വില ഉണ്ടാവുള്ളൂ. ക്ഷാമുണ്ടായാലേ ക്ഷേമത്തിന് വില ഉണ്ടാവുള്ളൂ. എന്ത് കണ്ണിന് വില ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ സാധനം വാങ്ങിയതിനു ശേഷം. അറിയില്ല, മനസ്സിലായില്ല. കണ്ണിനൊരു വിലയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സാധനം വാങ്ങിയതിനു ശേഷം. ഇപ്പൊ അറിയും കണ്ണിന് വിലയുണ്ട്. മറ്റെന്താ? മറ്റേ എപ്പോഴും നോക്കിയാൽ കാണാൻ കഴിയും. അതേ സമയത്ത് കാഴ്ച മങ്ങിയാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ കണ്ണട എടുത്തില്ലെങ്കിൽ പറയണ്ടേ, കണ്ണട എടുത്തില്ലല്ലോ, കണ്ണട എടുത്തില്ലല്ലോ. 40 കൊല്ലം രാവും പകലും അല്ലാഹു ഈ ദുനിയാവൊക്കെ കാണിച്ചു തന്നിട്ട്, സൂക്ഷ്മമായി കാണിച്ചു തന്നിട്ട്, പടച്ചോനെ നിന്റെ അനുഗ്രഹമാണെന്ന് പറയാൻ തോന്നിയില്ല. തോന്നുവോ? പറയില്ല. ഇതുണ്ടായാലേ പടച്ചോന്റെ അനുഗ്രഹമാണെന്ന് തോന്നുന്നു. അല്ലേ? സത്യല്ലേ? സത്യല്ലേ? നമ്മളെന്താ, നമ്മളെ പ്രശ്നം എന്താ? സുഭിക്ഷരൻ എല്ലാം വളർച്ച. ഇന്ന് നമ്മൾ ഏതുപാടിന്ന് വന്നു, നമ്മൾ കൊടൈക്കനാലിലേക്ക് പോകാണ്. എത്ര വേണ്ട? 2000. പിറ്റേന്നോ കൊടൈക്കനാലിൽ പോയി, പിറ്റേന്നോ മദ്രാസ് പോയി. എത്ര വേണ്ട? എന്തുകൊണ്ട്? അതിന് വിലയില്ല. അതിന് വിലയില്ല. എന്തുകൊണ്ട് വിലയില്ലാത്ത? എന്തുകൊണ്ട്? അല്ലാഹു നിഅമത്തിനെ ചുരിഞ്ഞു. നിഅമത്തിനെ ചുരിഞ്ഞു. നമ്മളെ കാലത്ത് സംഭവിച്ചത് അല്ലാഹു നിഅമത്ത് ചുരിഞ്ഞു എന്നതാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ തോന്നൂല. ഇതൊന്നുമല്ല, ഇതിൻ്റെ ഒക്കെ അപ്പുറമുണ്ട് സംഭവങ്ങൾ. ഇതൊന്നും സംഭവമല്ല. ഞാൻ ഈ പറഞ്ഞൊന്നുമല്ല സംഭവങ്ങൾ. അക്കാലത്ത് തിരക്കാണ്. പാപ്പാക്ക് ഒഴിവില്ല, അമ്മക്ക് ഒഴിവില്ല, എല്ലാവർക്കും പണിയാ. ചിന്തിക്കും. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് അല്ലാഹ് എന്നുള്ള ബോധം ഏതോ 1 2 തമ്മാടി ഉണ്ടാവും. ഒരു നാട്ടിൽ ഒരു തമ്മാടിയോ 2 തമ്മാടി, ബാക്കിയൊക്കെ നല്ല മനുഷ്യന്മാരാ. കുടിക്കൂല, കള്ളിന് വാസന അറിയില്ല. വലിയപ്പാൻ്റെ കൂടെ അങ്ങാടി പോവും ഞങ്ങള്. അപ്പോൾ അങ്ങാടിക്കട കയറുന്നോടത്ത് കള്ളുഷാപ്പ. ആ ഏരിയയിൽ മൂക്ക് പൊത്തി ഓടും. എന്തുകൊണ്ട്? അതിന്റെ വാസന സഹിക്കാൻ കഴിയില്ല. ആർക്കും സഹിക്കാൻ കഴിയില്ല. കള്ളിന്റെ വാസന പുറത്തേക്ക് വരും. കള്ളുഷാപ്പിന് ഭയങ്കര വാസന. ഏതോ 1 2 തമ്മാടികൾ അന്ന് കള്ളുടിക്കും. ഒരു മയലിൽ ആകെ ഒരു കള്ളുടി ഉണ്ടാവും. ഒരു മയലിൽ ഒരു കള്ളുടി ഉണ്ടെങ്കിൽ ഉണ്ടാവും. ആരും കള്ളുടിക്കൂല. പഠിച്ചവനെ പേടിയാണ്. ഇന്നോ അർജന്റീന ജയിച്ച ദിവസം മാത്രം കേരളത്തിൽ 49 കോടി രൂപയുടെ കള്ള് വിറ്റു. അർജന്റീന ജയിച്ച ദിവസം മാത്രം കേരളത്തിൽ വിറ്റത് 49 കോടിയുടെ കള്ള. അതിലേറ്റവും കൂടുതൽ കള്ള് വിറ്റത് തിരൂര, ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലയിൽ. മലപ്പുറത്തിന്റെ മീമും മക്കയുടെ മീമും ഒന്നാ. അത്രയും ബഹുമാനപ്പെട്ട ജില്ലയാണ് മലപ്പുറം ജില്ല. ഇത് പറഞ്ഞാൽ അടുത്ത കുതിരയാക്കലുണ്ടാവും. ചിന്തിക്ക്. അർജന്റീന ജയിച്ചത് കൊണ്ട് അർജന്റീനയിൽ പോലും 49 കോടി കളിച്ചിട്ടുണ്ടാവും. ബഹുമാനപ്പെട്ട ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന നാട്ടിൽ വിറ്റത് 49 കോടി രൂപയുടെ കള്ള. അർജന്റീന ജയിച്ച ദിവസം. ഏറ്റവും വിറ്റതോ ബഹുമാനപ്പെട്ട തിരൂരിൽ. അങ്ങനെ റിപ്പോർട്ട് ഉണ്ട്. എന്റെ പറ്റിയത് അനുഗ്രഹമടാ.
പള്ളം നിറച്ച അനുഗ്രഹം കിട്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമാണ് ചൊരിഞ്ഞപ്പോൾ മതിമറന്നുപോയി. 49 കോടി കള്ളു കുടിക്കണമെങ്കിൽ കുറച്ചാൾ കുടിക്കേണ്ടി വരും. എനിക്ക് പറ്റുമല്ല, അത് കുഴപ്പമില്ല. സർക്കാർ ലഹരി വിരുദ്ധ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് കള്ളു കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പുറത്ത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പുറത്ത് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ലഹരിക്കെതിരെ സർക്കാരിന്റെ ബോധവൽക്കരണം. ഇതാ കള്ളിന്റെ കുപ്പി 40. നാടകം ഒക്കെ നാടകം, നാടകം ഒക്കെ നാടകം, എല്ലാം നാടകം. എന്താ പ്രശ്നം? പ്രശ്നം മതിമറന്നുപോയി. മനുഷ്യനും മതിമറന്നുപോയി. മര്യാദക്ക് ചെരുപ്പിട്ട ഒരു അധ്യാപകൻ ഇന്ത്യ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ സാധാരണ കിടക്കുന്ന ചെരുപ്പുകൾ ഇടുന്ന ചെരുപ്പ് ആ കാലത്തില്ല, വാങ്ങൂല, പൈസ ഇല്ല, സർക്കാർ ഉദ്യോഗസ്ഥന് പോലും ഇല്ല. പള്ളി ചെന്നാൽ പള്ളി ചെരുപ്പനല്ലേ. ഒരു പള്ളിന്റെ പുറത്ത് നമ്മൾ ചെന്ന് നോക്കിയാൽ ഒരു 3-4 കൂട്ടം ചെരുപ്പുണ്ടാവും. ബാക്കിയുള്ളവർക്ക് ചെരുപ്പില്ല. പുറത്തുനിന്ന് നോക്കിയാൽ പള്ളിയിൽ ആളില്ലാന്ന് തോന്നും. പള്ളിയിൽ ഫുൾ ആളുണ്ടാവും. എന്തുകൊണ്ട്? പള്ളിയിൽ വരുന്ന 90% ആൾക്കും ചെരുപ്പില്ല. ചെരുപ്പില്ലാത്തൊരു ശതമാനം പറ്റി ചിന്തിക്കാൻ കഴിയും. ഇന്നിപ്പോ പള്ളിയിൽ നമ്മൾ ചെന്നാൽ ഒരു 25 കൂട്ടം ചെരുപ്പെങ്കിലും പുറത്തുണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിക്കും 25 ആള് പള്ളിയിലുണ്ടല്ലോ, ഒരാളുണ്ടാവില്ല. അത് അവിടെ വന്നവര് ഇട്ടുപോയ ബാക്കിയാക്കി പോയ ചെരുപ്പാ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അവന്റെ ചെരുപ്പ് കണ്ടില്ല. അതാരോ ഒന്ന് ദാണ്ടാസിലേക്കോ കക്കൂസിലേക്കോ അല്ലെങ്കിൽ മൂത്രപ്പരിക്കോ കണ്ട ചെരുപ്പിട്ട് പാഞ്ഞതായിരിക്കും. അവൻ തിരിച്ചു വരുന്നവരെ അവന് സ്വബറില്ല. ചെരുപ്പ് കാണാനല്ലോ, ചെരുപ്പം തന്നെയാണ്, കാണാനല്ലോ എന്ന് 2 വട്ടം പറഞ്ഞ് ആരോ കൊണ്ടുവരിട്ടോ. നമുക്ക് അടുത്ത പീടി കേൾക്കാം. മോട്ടോർ സൈക്കിൾ ചെരുപ്പിന്റെ ആവശ്യമില്ല, അപ്പുറത്തെ പീടി ചെരുപ്പ് കേൾക്ക്. അപ്പൊ മറ്റൊന്ന് കണ്ടാസം വന്നിട്ട് ആ ചെരുപ്പോളിട്ട്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഒരു 25-35 കൊല്ലം മുമ്പ് ഇവിടെ 99% ആളുകൾക്കും ചെരുപ്പില്ല. ബാർബർ ചെരുപ്പിട്ട് വന്നു എന്ന കാരണത്താൽ ബാർബറെ ചെരുപ്പിട്ടിട്ടാടാ നിന്റെ താടി പഠിക്കാൻ വന്നത്, തലമുടി പഠിക്കാൻ വന്നത് എന്ന് പറഞ്ഞിട്ട് മുതലാളി 2 കൊടുക്കാൻ വേണ്ടി എണീറ്റപ്പോൾ ബാർബർ പേടിച്ചിട്ട് നാട് വിട്ടിട്ട് പിന്നെ കൊല്ലക്കണക്കാ നാട്ടിലേക്ക് തിരിച്ചു വന്നില്ല. ഈ കഥ എൻ്റെ വാപ്പനോട് 100 വട്ടം പറയും. മുതലാളിന്റെ പേരും എൻ്റെ വാപ്പ പറയും, മുതലാളിനെ ഞാൻ അറിയും. ബാർബർ പേരും വാപ്പ പറയും, ആ ബാർബർ ഞാൻ അറിയും. ഒക്കെ മരിച്ചു, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? ബാർബർ വന്നപ്പോൾ എന്ത് ചെയ്തില്ല? ബാർബർ എന്നല്ല, അക്കാലത്ത് ഒസ്സാൻ എന്നാ പറയും. ഒസ്സാൻ മുതലാളിയുടെ തലമുടി പഠിക്കാൻ വേണ്ടി വന്നപ്പോൾ എന്തായി? ചെരുപ്പിട്ടു, പ്ലാസ്റ്റിക്കിന്റെ ചെരുപ്പിട്ടാ വന്നത്. അപ്പോൾ അങ്ങനെ അടിമുടി ഒന്നിങ്ങനെ നോക്കി 2 വട്ടം. ഇജിപ്പോ ഒസ്താന് പണിക്കന്നെ വന്നതല്ലേന്ന് വെച്ചാൽ അവിടുന്ന് എണീറ്റ് എന്നിട്ട് കൊടുക്കാൻ. എന്തേ കാരണം? ചെരുപ്പിട്ടു, നല്ല പ്ലാസ്റ്റിക്കിന്റെ ചെരുപ്പിട്ടുണ്ട്. അതിൽ ഒസ്സാൻ പാഞ്ഞു. ഒസ്സാൻ പിന്നെ കൊല്ലക്കണക്ക് കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത് എന്ന് എൻ്റെ വാപ്പനോട് 100 കണക്കിന് വട്ടം പറഞ്ഞു. എന്തുകൊണ്ട്? സാധുക്കൊക്കെ ചെരുപ്പില്ല, ചെരുപ്പിടാൻ പാടില്ല, ചെരുപ്പില്ല. ഇവിടെ എന്താ സംഭവം? അള്ളാഹുവിന്റെ നിഅമത്തിനെ അള്ളാഹു അങ്ങോട്ട് തുറന്നു കൊടുത്തു. അപ്പൊ പള്ളിയുടെ മുറ്റത്തും പള്ളിയുടെ എൻ്റെ പുറത്തും ഒരു 10-25 കൂട്ടം ചെരുപ്പ്. എന്തേ? ആരോപേക്ഷിച്ചു ചെരുപ്പ് കമ്മിയില്ല. എത്ര ചെരുപ്പ്? അള്ളാഹുവിന്റെ നിഅമത്താണ് എന്ന നിലക്ക് ഒരു അടിമക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവന് നാളെ അള്ളാഹുവിനെയും കാണാൻ കഴിയില്ല. നിഅമത്ത് ചെയ്തു കൊടുക്കുന്ന റബ്ബിനെ കാണുന്നതിനെ തൊട്ട് അവൻ അശക്തനായിരിക്കും, അവൻ അതിന് സാധ്യമല്ലാത്തവനായിരിക്കും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ومن كان في هذه أعمى فهو في الآخرة أعمى.
വഅളല്ലു സബീലാ. ചിന്തിക്ക്, അള്ളാഹിന്റെ നിഅമത്തിനെ മനസ്സിലായില്ല. അപ്പോഴേ അള്ളാഹിനെ മനസ്സിലാവുള്ളൂ. അള്ളാഹിനെ നമ്മൾ കാണുന്നില്ല, അള്ളാഹിന്റെ നിഅമത്തെ കാണുന്നു. ഈ നിഅമത്ത് അനുഭവിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്. ഇത് തുറക്കാൻ കൊണ്ടുവന്ന് വെച്ചാൽ ഒരു സാധനം ഇത്ര വൈറ്റ്നസ് വേണ്ട. വൈക്കോലുകൊണ്ട് ഉണ്ടാക്കിയ ഒരു പേപ്പർ കിട്ടിയാലും അന്ന് നമുക്ക് പരീക്ഷ ചെയ്താൽ അതിന് 2 പൈസ കൊടുത്താൽ മതി. പക്ഷെ 2 പൈസ തരാൻ ഉമ്മാന്റെ കയ്യിൽ ഇല്ല. എത്രയാ നമുക്ക് കൈ കൊടുക്കാൻ? ചിന്തിക്ക്. ഒരാൾ ഭക്ഷണം കഴിച്ചാൽ പിന്നെ അത് കുമ്പിട്ട് ഇരുന്നിട്ട് ആ ഭക്ഷണത്തിന്റെ തളിക കഴുകണം. ഒരാൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇറച്ചി കൂട്ടാനൊക്കെ ആണെങ്കിൽ പറയും വേണ്ട, അതില് ഈ മൃഗത്തിന്റെ നെയ്യ് പറ്റിപ്പിടിക്കും അല്ലേ? പറയും. അതിന് എന്ത് ചെയ്യണം? ഒരു പരിപാടി കഴിഞ്ഞാൽ പിന്നെ നേരെ പോലത്തെ പിറ്റേന്ന് രാവിലെ മുതൽ ഒരു 4-5 പെണ്ണുങ്ങൾ ഇരുന്നിട്ട് ഉച്ചവരെ ഇരുന്നിട്ട് തേച്ച് കഴിക്കും, വെണ്ണീറിട്ടിട്ട് കഴിക്കും. ഉണ്ടോ അല്ലേ? ഉണ്ടായിരുന്നോ? ഇന്ന് അങ്ങനെ കുനിയാൻ പെണ്ണിന് തയ്യാറില്ല. അപ്പോഴാണ് നമുക്ക് ഡിസ്പോസിബിൾ പ്ലേറ്റുകളും അസുഖം വന്നത്. അതൊരു വട്ടം അത് ഓരോ പ്ലേറ്റിനും 2 രൂപ 3 രൂപേന്റെ പ്ലേറ്റ് ആണെങ്കിൽ പ്രശ്നമില്ല. 2 രൂപ അതൊരു വട്ടം തിന്നും, പിന്നെ കളയും, പിന്നെ കൂട്ടിയിട്ട് കത്തിക്കും. ചില വീടുകളിൽ ഒരു പരിപാടി ഉണ്ടാക്കാൻ വേണ്ടി വീടില് ഒരു ഇത്ര പോന്ന ഒരു വലിയ ഒരു സാധനം, എന്താ പറയാ, ഒരു കപ്പ്, ഒരു 100 കപ്പ് 100 ചായന്റെ കപ്പുകൾ കൊണ്ട് നമ്മൾ വെക്കും. അതിൽ 10 എണ്ണം എടുത്തിട്ട് കുടിക്കും. ബാക്കിയുള്ളതിൽ കുടിച്ചതേത് കുടിക്കാത്തതേത് എന്ന് പറയും. എന്താ കുതിര വിട്ട് വന്നിട്ട് എന്താ നിങ്ങൾക്ക് നാവില്ല എവിടെ എത്തിയപ്പോ? പറയും. ഇതൊക്കെ ഒന്ന് പിൻവലിച്ച കഴിഞ്ഞില്ലേ പുലമാരെ. അറബികളെ കയ്യിൽ ഈ പൈസ ഉണ്ടാവും. ആരും ഇങ്ങോട്ട് പറഞ്ഞു നാളെ ഉണ്ടാവും. നാളെ പഠിച്ചോ തന്നിട്ടില്ലെങ്കിലോ എന്താണ് വിചാരിച്ച്? എടാ, ഇന്ന് ഈ പൈസ ഉണ്ടാക്കിയ പൈസ ഈ സ്റ്റേഡിയത്തിനും മറ്റും കുതിര വിടാനും കൊടുത്ത ഈ പൈസ നാളെ റബ്ബ് തന്നിട്ടില്ലെങ്കിൽ തെണ്ടൂലേ? തെണ്ടിയോരല്ലേ നമ്മള്? മലപ്പുറം ജില്ലയിൽ ഒരങ്ങാടിൻ്റെ പേര് തലക്കെടുത്തൂരിനാണ്. ഇനി അങ്ങനെ പേരുണ്ടായി. ഞാനൊരാൾ ഇവിടെ സംസാരിച്ചു, പഴയ കാലത്തെ ഒരാളിനോട് പറഞ്ഞു, അതിൽ മര്യാദയ്ക്ക് പോകാൻ പറ്റൂല, വെട്ടിക്കൊന്നിട്ട് പൈസ ലൂട്ടാക്കും. ഒരു നാട്ടിന് പേര് ചങ്കുവെട്ടി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവും. മലപ്പുറം ജില്ലയിലെ ബഹുമാനപ്പെട്ട ഒരു നാടിന്റെ പേര് ചങ്കുവെട്ടി. ചങ്ക് പറഞ്ഞ എന്താ? അമേരിക്കയിലുണ്ടാകണല്ല, ചങ്ക് തന്നെ. ഇവിടുന്ന് തുടങ്ങി ഇവിടെ തീർന്ന ചങ്ക് വിട്ടുകല്ലോ ചങ്കുവെട്ടി. ഒരു നാട്ടിന്റെ പേര് ചങ്കുവെട്ടി, അപ്പുറത്തെ നാട്ടിന്റെ പേര് തലക്കെടുത്തൂര്. ചങ്ക് വെട്ടിയ എന്ത് ബാക്കിയാവുമല്ലോ, ഇത് അവിടെ കേട്ടു. അങ്ങനെ മാനൊക്കെ ഇല്ലേ? ചിന്തിക്ക്. ഈ നാട്ടുകാരെ കുറ്റം പറയല്ല. ഇനി കുറ്റം എന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കേസ് കൊടുത്താലും എനിക്കൊരു കുന്തം വരാമോ? നിങ്ങൾ ചിന്തിക്ക്. നാട്ടിന്റെ പേര് ചങ്കുട്ടിന് പേരുണ്ട്, കാരണം ഉണ്ടാവും. എന്തുകൊണ്ട് അവരെ കുറ്റം പറയുന്ന കാര്യമല്ല. പപ്പടം വാങ്ങിയിട്ട് അരത്തിരി പോയി ബാക്കിലൂടെ വന്നവൻ വെട്ടി. ചങ്കുട്ടിയിൽ വെട്ടിയതല്ല, ഒരു സംഭവം പഴയ കാലത്ത്. എടുത്തു നോക്കുമ്പോൾ വിചാരിച്ചത് കണ്ടപ്പോൾ ചന്തേന്ന് അടക്ക വെച്ച് തേങ്ങ വെച്ച് വരികയെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ പപ്പടം കൊന്നിട്ട്. അങ്ങനത്തെ ഇതൊക്കെ പഴയകാല കഥകളാണ്. എന്തുകൊണ്ട് അങ്ങനെ മനുഷ്യന്റെ അവസ്ഥ? ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു 10 ക്ലാസ് 15 ക്ലാസ് തന്നെ എടുത്തു, ബാക്കി അവിടെ വെച്ചു. അത് നല്ല പെഡസ്റ്റർ, എന്താ പറയാ, ഫാൻ ഇങ്ങനെ അടിച്ചിങ്ങനെ അവിടെ പരിപാടിയാകുമ്പോൾ അങ്ങനെ വലിയ ഫാനൊക്കെ വേണമല്ലോ. ആ ഫാനിൽ അങ്ങനെ പറക്കും. പറന്നു കഴിഞ്ഞാൽ അതെല്ലാം കൂട്ടിയിടും, പിറ്റേന്ന് രാവിലെ കത്തിക്കും. ഇത് ഉപയോഗിച്ചിട്ടില്ല. 10 എണ്ണം അതിനിപ്പോൾ 150 രൂപ 200 രൂപ കൊടുത്തു. അതിന് പൈസ വെറുതെ കിട്ടില്ലേ? എൻ്റെ പ്രശ്നം ആണോ ഉണ്ടോ അല്ലേ? പറ ഒരു പ്ലേറ്റിന്റെ 100 എണ്ണം പ്ലേറ്റ് പൊട്ടിച്ചാൽ 4 എണ്ണം ഉപയോഗിച്ചു, പിറ്റേന്ന് കുട്ടികൾ കളിക്കും. എന്തുകൊണ്ട്? അതൊരു മാലാണെന്ന ബോധം ഇപ്പോൾ നമുക്ക് ഇല്ല. സത്യമാണോ അല്ലേ? പറയടോ, സത്യമാണോ അല്ലേ? 100 രൂപ 150 പ്രശ്നമില്ല. എന്ത് പ്രശ്നം?
അപ്പൊ നമുക്ക് റബ്ബിന് നഷ്ട. അപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത ഒരാളാണ്. നമ്മളൊരു പ്രഭാഷണത്തിന് താഴെ ഇന്നലെ ഒരാളൊരു കമന്റ് ചെയ്തിട്ട്, ഇന്നലെ ഞാൻ ഒരു മുസ്ലിമാണ്, പക്ഷെ എനിക്ക് പരലോകത്തിൽ വിശ്വാസമില്ല. എന്റെ പ്രസംഗത്തിന്റെ താഴെ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ ഞാനൊരു മുസ്ലിമാണ്, പക്ഷെ എനിക്ക് പരലോകത്തിൽ വിശ്വാസമില്ല. ഞാനൊരു മുസ്ലിമാണ്, എനിക്ക് പരലോകത്തിൽ വിശ്വാസമില്ല. എനിക്ക് ഇന്നലെ നേരെ ഒരു ആലോചന പിടുത്തം കിട്ടിയില്ല, എങ്ങനെ പരലോകത്തിൽ വിശ്വാസമില്ലാതെ മുസ്ലിമാണ്. എന്റെ മാജിക് എന്താണെന്ന് എന്റെ നാട്ടുകാരൻ മുതുകാടിനോട് തുടങ്ങി ചോദിച്ചാൽ ഞാൻ അയാൾക്കേറ്റ അറിയാവോ? മുതുകാട് എന്റെ നാട്ടുകാരനാ. മുതുകാടിനേറ്റ കേരളത്തിലെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മജീഷ്യനാണ് മുതുകാട്. മുതുകാടിനേറ്റ ചോദിച്ചാൽ എങ്ങനെയാണ് ഒരാൾക്ക് പരലോക വിശ്വാസം ഇല്ലാതെ അയാള് മുസ്ലിം ആയത്? ഞാൻ പഠിച്ച കിതാബിൽ മുതുകാടിനോട് ചിലപ്പോൾ ചോദിക്കത്തിൽ വല്ല മാജിക്കും ഉണ്ടോ? എന്ത്? ഞാനൊരു മുസ്ലിമാണ്, പക്ഷെ എനിക്ക് പരലോകത്തിൽ വിശ്വാസമില്ല. മുസ്ലിമാണ്. പഴയ കാലത്ത് ആഫ്രിക്കൻ വംശജൻ, ഏഷ്യൻ വംശജൻ എന്ന് പറയും പോലെ ഇനിയിപ്പോ നമ്മുടെ നാട്ടിൽ പുതിയ പേരും കൂടി വരാൻ സാധ്യതയുണ്ട്, മുസ്ലിം വംശജൻ. പണ്ടേ കാലത്ത് 2-3 കോളേ ഉള്ളൂ, മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യാനി. ഇനി പുതിയൊരു പേര് വരും, മുസ്ലിം വംശജൻ, ഹിന്ദു വംശജൻ, ക്രിസ്ത്യൻ വംശജൻ. മുസ്ലിം വംശജൻ അടുത്ത് വന്നു കഴിഞ്ഞു. ഇതല്ലേ മുസ്ലിം വംശജൻ? മുസ്ലിം വംശത്തിൽ പറഞ്ഞതാണ്, മുസ്ലിം അല്ല, മുസ്ലിം വംശജൻ. എന്തുകൊണ്ട്? പൈസയും കാര്യം കിട്ടുകയാണ്, പിന്നെ എന്തിനു പഠിച്ചു? നമ്മളിവിടെ പ്രശ്നത്തിന്റെ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. പണ്ടത്തെ കാലത്തെ ആളുകൾ സുന്നത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ പോലും അത് ഇബാദത്താണ്. ഫർദ് നിസ്കരിച്ചാണ് പോയി പുറത്തിറങ്ങി, അത് ഇബാദത്താണ്. ഇന്ന് നമ്മളെ ഫർദ് നിസ്കാരം പോലും ഇബാദത്താണെന്ന് അല്ലാഹു അഅലം, എനിക്കറിയാം. പണ്ട് ഉള്ള ആളുകൾ സുന്നത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിലും ഇബാദത്താ. പള്ളിയിൽ നിന്ന് ഓടുക, അല്ലെങ്കിൽ പുരന്ന് ഓടുക പാടത്തേക്ക്. എന്തിന്? കുട്ടികൾക്ക് ഹലാലായ ഭക്ഷണം കൊടുക്കണം. അപ്പൊ ഇബാദത്ത് ആണോ? അല്ലേ? ഇബാദത്താണ്. നിങ്ങൾ ചിന്തിക്കണം, ചിന്തിക്ക്. ഇബാദത്താണ്, അല്ലാഹു വിശ്വാസം. എന്റെ കുട്ടിക്കാലത്ത് വെള്ളിയാഴ്ച ഏകദേശം 2-3 മണി വരെ നാട് ലീവാ, ഫുൾ അടവാ. എന്തുകൊണ്ട്? പഠിച്ചവനെ പേടി. വെള്ളിയാഴ്ച രാവിലെ പണിയെത്ത അള്ളാഹുക്ക് ഇഷ്ടമുണ്ടാവില്ലേ? എന്തുകൊണ്ട്? പാടത്തേക്കിറങ്ങൂല. എന്തുകൊണ്ട്? പാടത്ത് അള്ളാഹിന്റെ നിഅമത്താണ്. അതെങ്ങാനും അള്ളാഹു കോപിച്ച പിന്നെ കിട്ടൂല. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. വെള്ളിയാഴ്ച പണിയെടുക്കൂല. മഴയില്ലാതെ പെട്ടെന്ന് പിന്നീട് മഴ പെയ്താൽ പോലും വെള്ളിയാഴ്ച പണിയെടുക്കൂല. വെള്ളിയാഴ്ച പണിയെടുക്കും എപ്പോൾ? ഒരു 2 മണി കഴിഞ്ഞിട്ട് പാടത്തേക്ക് പോകും. എന്തുകൊണ്ട്? മനസ്സിലായില്ല. ഇദാ ഖുളിയത്തി സ്വലാത്ത് ഫന്തശിറൂ ഫിൽ അർദി വബ്തഗൂ മിൻ ഫളില്ലാഹ്. നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹം തേടുക. ജുമാ നിസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ അനുഗ്രഹം തേടുക. രാവിലെ പണിയെടുക്കും. അല്ലാഹു സാക്ഷിയാണ്. വ്യാഴാഴ്ച ദിവസം ഉമ്മ മഗ്‌രിബിന് മുമ്പ് എല്ലാ സാധനം പുരയിലുണ്ടോ നോക്കും. എന്നിട്ട് പറയും നാളെ പീടി ഉറക്കൂല. രാവിലെ ശർക്കര പടില്ല, പഞ്ചസാര പടില്ല. പഞ്ചസാരക്കാലത്ത് ഉപയോഗിക്കില്ല, ശർക്കര ഉപയോഗിക്കാം. ശർക്കര ഇല്ല, കുറച്ച് ചായപ്പൊടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, രാവിലെ പീടി ഉറക്കൂല. ആകെ തുറക്കുന്ന എണ്ണമക്കാക്കുന്ന ഒരാളുണ്ടായിരുന്നു, അള്ളാഹു പുറത്ത് കൊടുക്കുക. നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് പീടിയെ തുറക്കുള്ളൂ. അദ്ദേഹം ചായപ്പൊടിയക്കാരനാണ്. അതിൽ 8-8:30 മണി വരെ തുറക്കും. 8:30 മണി കഴിഞ്ഞ് അടക്കും. ആകെ എൻ്റെ നാട്ടില് ആകെ വെള്ളിയാഴ്ച ഒരു പീടിയ രാവിലെ തുറക്കണം, ഉന്നമാക്കാൻ്റെ പീടിയ. അത് 8:30 അവസാനിപ്പിക്കും. എന്തുകൊണ്ട്? സ്ഥിരമായി സുബഹി നിസ്കരിച്ചാൽ പള്ളിയിൽ നിന്ന് നേരെ ചായപ്പീടിയൊക്കെ വരുന്ന ആളുകളുണ്ടാവും, അവർക്ക് ചായ കൊടുക്കണം, അതിന് വേണ്ടി തുറക്കും. 8:30 കിടക്കും. പിന്നെണ്ടോ എൻ്റെ നാട് അടവാ, എല്ലാ നാടും അടവാ. ഇന്നെന്ത് വെള്ളിയാഴ്ച? എന്നാൽ സത്യമാണോ അല്ലേ? ഇത് കണ്ടോര് ഈ കൂട്ടത്തിലില്ലേ? ഒരാൾ കൈപൊക്കി. അത് കൈപൊക്കി. സത്യല്ലേ? ഇതാ എത്ര സത്യാണ്. ഞാൻ കണ്ടനുഭവിച്ചവനാണ്. പീടി ഉറക്കൂല. എന്തുകൊണ്ട്? അള്ളാഹിനെ കൂടി അള്ളാഹിനെ ഞാമത്താണ്. വെള്ളിയാഴ്ച പണിയെടുത്താൽ അത് രാവിലെ പണിയെടുത്താൽ അള്ളാഹിന് കോപം വരും. ചിന്തിക്കുക. ഒരു കച്ചവടമില്ല, ഒന്നുമില്ല.
പഠിച്ചോനെ പേടി. ഒരു സുന്നത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്താണ് ചങ്ങാതി? അവരെ ഓരോ ഹറക്കാത്തും സക്കാനത്തും സുന്നത്തും ഫർളും അല്ലേ? അവർക്ക് പഠിച്ചോനെ പേടിച്ചിട്ടല്ലേ? അവരെ കുട്ടികളെ മായീശത്തിനുള്ള വീട് തുറക്കൂല. എന്തുകൊണ്ട്? രാവിലെ പീടി തുറന്ന് അള്ളാഹ്ക്ക് കോപം വന്നാലോ? അത് വെള്ളിയാഴ്ചയാണ്. നമ്മൾ ഇന്നൊരു ദിവസം അടക്കണുണ്ടെങ്കിൽ അത് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച അടക്കൽ തെറ്റാണെന്നല്ല പറഞ്ഞതിനർത്ഥം. പക്ഷേ ഇവിടെ പഴയ കാലത്തൊരു ശൈലി ഉണ്ടായിരുന്നല്ലോ. എന്ത്? വെള്ളിയാഴ്ച എന്തിനുള്ളതാ? പറ, ജുമാക്കുള്ളതാ. പല പണിയുണ്ട്. അലക്കാനും കുളിക്കാനും വേണ്ടി ചില ആളുകൾ പുഴയ്ക്ക് രാവിലെ പോവും. അലക്കിയിട്ട് അവിടെ തന്നെ ആറാനിടും. എന്തുകൊണ്ട്? രണ്ടാമത്തെ ഒരു വസ്ത്രം. പറയും ഇല്ല, തെക്കിന്റെ കണ്ണോണ്ടിയാ കണ്ടതാ, അനുഭവിച്ചതാ. ഞാൻ അനുഭവിച്ചാ, ഞാൻ ചെയ്തതാ. സോപ്പില്ല, സോപ്പില്ല. ഒരു പ്രത്യേകതരം കായ ഉണ്ടായിരുന്നു പുഴമാട്ടുമേ. ആ കായ എടുത്തിട്ട് കുത്തിയിട്ട് അലക്കും. അങ്ങനെയാണ് ഞാനൊരു വലിയ കാലഘട്ടം ഊതി പിടിച്ചത്. സോപ്പില്ല, സോപ്പില്ല. ആ സാബും കായ നിറ കായ ഉണ്ടായിരുന്നു. അത് പുഴമാട്ട്, ആ പുഴമാട്ട് വരെ ആ കായ പറിക്കും. കൂട്ടത്തിൽ ഒരു മൂത്ത ആള് ആ കായ പറിച്ചിരും. ആ കായ ഇങ്ങനെ ഈ വസ്ത്രം ഇതിൽ മുക്കിയിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലിട്ടണം ഈ കായ. എന്നിട്ട് ഇങ്ങനെ കുത്തിയാൽ ചെറിയ പത വരും. കുത്തിയാൽ അല്ലേ ആ കായ കൊണ്ട് വസ്ത്രം അലക്കിയവർക്ക് കൈ പൊക്കാം. 1 2 3 ഇല്ലേ? ഇതല്ലേ ഉസ്താദേ? കാക്കളം ഉസ്താദ് കൈ പൊക്കണം. ഞാൻ ചെയ്തോനാ കൊല്ലങ്ങള് ദർസ് പഠിക്കുമ്പോ കുട്ടിക്കാലത്ത് മിസാനോദ അജ്നാസോദ സഞ്ചാനോദ കുത്തി അലക്കണം. എന്താണ്? സോപ്പില്ല, സോപ്പില്ല. സോപ്പ് എന്ന സാധനമില്ല. സോപ്പും കായിന്ന് അങ്ങനെയല്ലേ അഷ്റഫെ പറയാ? അതെ 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 അതെ, അങ്ങനെ ഉണ്ടായിരുന്നു നേരത്തെയൊക്കെ പറയാം. സോപ്പില്ല. ഇന്ന് ഓരോ കക്കൂസും പഠിച്ചാൽ ഒരു 3 4 സോപ്പ് കിട്ടും. അത് 1 2 ഉപയോഗിച്ചതോടെ ഇത് ഉപയോഗിച്ച് ഞാൻ ഉപയോഗിക്കൂല. ഇത്ര സോപ്പാ അവർക്ക്. അപ്പൊ ഒരു സോപ്പ് ഒരാൾ തന്നാൽ അന്നും പിറ്റേന്നും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ തീരൂല. എന്തുകൊണ്ട്? ഇത് കിട്ടാത്ത സാധനം. ഇതിപ്പോ 4 5 സാധനം സോപ്പ് ഒന്നിച്ച് കെട്ടിക്കൊണ്ടിരിക്കാം. കെട്ടെടുക്ക് 5 സോപ്പ് അവിടെ വെച്ച് ഇവിടെ വെച്ച് അവിടെ വെച്ച് അവിടെ വെച്ച്. ഈ സാധനം കിട്ടാത്തത് കൊണ്ട് കാലങ്ങളോളം സോപ്പും കായ കൊണ്ട് അലക്കിയവനാണ് ഞാൻ. എൻ്റെ കാക്കളം കൊണ്ട് സ്ഥലം അടക്കടിക്കുന്നത്. അപ്പോൾ ഒരു സോപ്പ് കണ്ടാൽ നമുക്ക് എന്ത് തോന്നും? അൽഹംദുലില്ലാഹ്, ഇതെന്റെ റബ്ബിന്റെ നിഅമത്താ. നമുക്ക് തോന്നൂല. എന്തുകൊണ്ട്? ഇതൊക്കെ ഇവിടെ അങ്ങനെ ഉണ്ടാകണമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ നമുക്ക് പരലോകത്തിൽ വിശ്വാസമില്ലാത്ത മുസ്ലിമാകാം. പരലോകം എനിക്ക് വേസ്റ്റാണ്. അതാണ് റസൂലിനെ പറ്റിയൊരു വയൽ കേട്ടപ്പോൾ വേദങ്ങനെ പറഞ്ഞപ്പോൾ കേട്ടോ പറഞ്ഞത്രേ, പുള്ളിക്കാരൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ തെറ്റില്ല. പുള്ളിക്കാരൻ അങ്ങനെ ഈ പറഞ്ഞ ഈ മുസ്ലിയാർ മൗലവി പറഞ്ഞത് പ്രകാരമാണ് പുള്ളിക്കാരൻ ജീവിച്ചതെങ്കിൽ കുഴപ്പമില്ല. പുള്ളിക്കാരൻ എന്താ പ്രശ്നം പഠിച്ചല്ല. എന്തുകൊണ്ട്? അനുഗ്രഹം ചൊരിഞ്ഞു കിട്ടിയപ്പോൾ പഠിച്ചോനെ മറന്നുപോയി. പണ്ട് സോപ്പില്ല, പക്ഷേ സോപ്പും കായ കിട്ടിയാൽ അൽഹംദുലില്ലാഹ് എന്നറിയും. അല്ലേ അഷ്റഫേ? ഇന്ന് ഓരോ പേര് എത്ര സോപ്പാ, എത്ര ടോയ്ലറ്റിലേക്ക് ബാത്റൂമിലേക്ക് കുളിപ്പരിയിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ പഴയ സോപ്പുകൾ കുറെ കിടക്കുന്നുണ്ടോ? പോയിട്ട് ചിന്തിക്കുക. പ്രശ്നം എന്താ? പ്രശ്നം അല്ലാഹു നിഅമത്തിനെ ചൊരിഞ്ഞു തന്നപ്പോൾ നമ്മൾ അല്ലാഹുവിനെ മറന്നുപോയി. പഴയ കാലത്ത് നിഅമത്തില്ല, അല്ലാഹുണ്ട്. കുറഞ്ഞ നിഅമത്തേ ഉള്ളൂ. അല്ലാഹുവിനെ പറ്റി അവർക്ക് ബോധമുണ്ട്. ഇപ്പോഴോ ഫീസബിയിലെ മാവുകൾ ഉണ്ടായിരുന്നു പഴയ കാലത്ത്. മാവ് ഒക്കെ അതിൻ്റെ ചോട്ടിൽ മാങ്ങ വീണാൽ അതിൻ്റെ അടുത്ത് എല്ലാവർക്കും കഴിക്കാം. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ ഫീസബിയിലെ മാവുകൾ ഉണ്ടായിരുന്നു. ചില ധനാഢ്യന്മാർ അവരെ പറമ്പിലുള്ള മാവുകൾ ഫീസബിയിലാക്കും. ആർക്കും എടുക്കാം, ആർക്കും പറിക്കാം, ആർക്കും എടുക്കാം. അങ്ങനെ എന്നിട്ട് അതിൻ്റെ താഴെ ആളുകൾ വന്നിരിക്കും, വലിയ വലിയ മനുഷ്യന്മാർ വന്നിരിക്കും. എന്തുകൊണ്ട്? എന്തോ ഒരു കഞ്ഞിൻ്റെ വെള്ളം കുടിച്ചിട്ടുള്ളൂ, വയറ് നിറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൽ വന്ന് മാങ്ങ ചാടിയാൽ കഴിക്കാം. അൽഹംദുലില്ലാഹ്.
അപ്പൊ നോക്കൂ നിങ്ങള് ഇന്നോ അപ്പൊ ആ ഒരു മാങ്ങയാടിയാൽ അവർക്ക് അല്ലാഹുവിന്റെ നിഅമത്ത് എന്ത് ഒരു സന്തോഷം. ഇന്നോ ഇന്ന് നമ്മൾ ഇത്രയും മാങ്ങക്ക് 100 രൂപ കിലോ, 100 രൂപ 120 രൂപ ആയിക്കോട്ടെ, 4 കൊടുത്തു 500 നോട്ട് കൊടുത്ത് 480, ഇനി ബാക്കി ജനടുത്ത് നോട്ട് മാറ്റിയാലും തിരിച്ചാലും മാറ്റിയാലും നമുക്ക് പ്രശ്നമില്ല. അത് എങ്ങനെയെങ്കിലും നമ്മൾ ഉണ്ടാക്കും. ഇന്ന് നമ്മൾ ഈ മാങ്ങ വാങ്ങിക്കൊണ്ട് വന്നിട്ട് അല്ലാഹുവിന്റെ റബ്ബിന്റെ നിഅമത്താണ് തോന്നൂല. അന്ന് മാവിൽ മാങ്ങ വീണാൽ അങ്കണത്തെ മാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകയെ അമ്മതൻ നേത്രത്തിൽ നിന്ന് നുതിർന്നു ചുടുകണ്ണീർ എന്നാണ് വൈലോപ്പിള്ളിയുടെ കവിത. മാമ്പഴം അതിന് വിലയുണ്ട്. ഇന്ന് എപ്പോഴാണ് മാങ്ങ വീഴുന്നതെന്ന് നമുക്കറിയില്ല. ഇത് വൈലോപ്പിള്ളിയുടെ പ്രശസ്തമായ കവിതയാണ്. അങ്കണത്തെ മാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമ്മതൻ നേത്രത്തിൽ നിന്ന് നുതിർന്നു ചുടുകണ്ണീർ. 4 മാസത്തിൻ മുമ്പിലേറെ നാൾ കൊതിച്ചിട്ട് ബലമാ കണ്ടം പൂവിൽ തുണികൾ വിരിയവേ അമരൻ മണിക്കുട്ടൻ പുത്തിരി കത്തിച്ചപ്പോ ലമ്മലർച്ചെണ്ടൊന്നൊടി ചകളാടിച്ചടുത്തെത്തി ചൊടിച്ചുമാടാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ ഒടിച്ചു കളഞ്ഞല്ലോ കുസൃതിക്കുരുന്നേനെ. വൈലോപ്പിള്ളിയിലെ മാമ്പഴം എന്ന കവിതയാണ്. മലയാളക്കരയിലെ ഏറ്റവും പ്രശസ്തമായ കവിതയാണ്. ആ കവിത ചൊല്ലിയവരൊക്കെ കരഞ്ഞുവെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? ഉണ്ണിമാങ്ങകൾ വിരിഞ്ഞ, ചെറിയ കണ്ണിമാങ്ങകൾ വിരിഞ്ഞ അതിൻ്റെ ഒരു തണ്ട് വടികൊണ്ട് അടിച്ചിട്ട് കുട്ടിയും അതുകൊണ്ട് ഓടി വന്നപ്പോൾ അമ്മക്ക് ദേഷ്യം വന്നു. എന്തുകൊണ്ട്? നമുക്ക് കഴിക്കാനുള്ളതാണ്. മനസ്സിലുണ്ട് പറഞ്ഞത്. അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമ്മതൻ നേത്രത്തിൽ മുതിർന്നു ചുടുകണ്ണീർ 4 മാസത്തിന് മുമ്പിലേറെ നാൾ കൊതിച്ചിട്ടീന ബലമാ കണ്ടം പൂവിട്ടുണ്ണികൾ വിരിയവേ. ഏറെ നാൾ കൊതിച്ചിട്ടാണ് ഇതൊന്ന് പൂത്തത്. അമ്മതൻ മണിക്കുട്ടൻ പുത്തിരി കത്തിച്ച പോലമ്മലർ ചെണ്ടൊന്നൊടിച്ചാഹ്ലാദിച്ചടുത്തെത്തി. അപ്പോൾ വടി കൊണ്ട് അടിച്ചിട്ട് അതിൻ്റെ ഒരു കൊമ്പ്, ഒരു കണ്ണിമാങ്ങകളുടെ കൊമ്പും കൊണ്ട് അമ്മൻ്റെ അടുത്തേക്ക് ഓടി വന്നു കുട്ടി. അപ്പോൾ അമ്മക്ക് ദേഷ്യം വന്നു. ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ ഒടിച്ചു കളഞ്ഞല്ലോ കുസൃതിക്കുരുന്നേൻ. എന്ത്? അതേ തിന്നാനുള്ളൂ. പിന്നെ 4 മാസത്തിനുള്ളിൽ കുട്ടി മരിച്ചുപോയി. അതാണ് വൈലോപ്പിള്ളി ഇതിൽ പറയുന്നത്. പിന്നെ മാമ്പഴം വീണപ്പോൾ കുട്ടിക്ക് അമ്മ കരഞ്ഞുപോയി. എന്തുകൊണ്ട്? ഇതിവിടെ കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം ഓടിച്ചെന്നെടുക്കുന്ന ആരായിരിക്കും? കുട്ടിയായിരിക്കും. അന്ന് കുടുംബത്തിൽ തിന്നാളെ അതേ ഉള്ളൂ. ഇന്ന് മാവ പൂക്കുണ്ടോയെന്ന് നമുക്കറിയില്ല, മാങ്ങ താഴത്ത് കിറങ്ങുന്നുണ്ടോയെന്ന് അറിയില്ല. എന്നോടൊരിക്കൽ പെരിന്തൽമണ്ണയിൽ ഒരു പള്ളിയിൽ വെച്ച് കണ്ടപ്പോൾ അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർ പറഞ്ഞു, നിങ്ങൾ ചക്കയെപ്പറ്റി വയറു പറയണം. ചക്ക എന്ന നിഅമത്തിനെ നിസ്സാരവൽക്കരിച്ചതാണ് അള്ളാഹുവിൻ്റെ കോപം ഇറങ്ങാനുള്ള ഒരു കാരണം. പഴയകാലത്ത് നമ്മളെ മലബാറിൽ ജനങ്ങൾ പള്ള നിറച്ചിരുന്നത്, കൊല്ലത്തിൽ 3-4 മാസം പള്ള നിറച്ചിരുന്നത് ചക്കോടാണ്. ചക്ക എന്നത് ഇപ്പോൾ ആരും അറിയില്ല. ചക്ക ചാടിപ്പോയാലും ആർക്കും വിഷയമില്ല. ഒരു കാലത്ത് മനുഷ്യന്മാർ വയറിറച്ചിരുന്നത് ചക്കയാണ്. പറഞ്ഞത് മനസ്സിലാവും. ഒരു കാലത്ത് വയറ് നിറച്ചിരുന്നത് ചക്ക. ചക്ക എന്ന സാധനം ഉണ്ടാകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പഠിച്ചോൻ കൊറോണയെ തരേണ്ടി വന്നു. കോവിഡ് വന്നപ്പോഴാണ് ചക്ക കൊണ്ട് തിരിച്ചു വന്നത്. അവസാനിപ്പിക്കണം, ചിന്തിക്കണം. ഇവിടെ എന്താ പ്രശ്നം നിഅമത്ത് അധികരിച്ചപ്പോൾ മുൻഅമിനെ കാണാതെയായി. പണ്ട് നിഅമത്തില്ലാത്തത് കൊണ്ട് മുൻഅമ തെളിഞ്ഞു നിന്നു. മനസ്സിലായില്ലേ? അപ്പൊ എന്താ പ്രശ്നം ഇത് തന്നെ. ومن كان في هذه أعمى فهو في الآخرة أعمى وأضل سبيلا. ومن كان في هذه أعمى فهو في الآخرة أعمى. അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ഒരാൾ പെരുന്നാളിന് പള്ളിയിലേക്ക് വരുന്നത് ഒരാൾ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പള്ളിയിൽ മാലിൽ നിരീശ്വരവാദിയായ ഒരാളുണ്ട്. പെരുന്നാളിന് എന്താ ഈ പെരുന്നാളിന്? ഇതൊരാഘോഷ ദിവസമല്ലേ? അള്ളാഹു വിശ്വാസമല്ല. പെരുന്നാൾ നിസ്കാരം വന്നിട്ട് 7 തക്ബീറും 5 തക്ബീറും രണ്ടാമത്തെ നിസ്കരിക്കും. എന്തേ? അള്ളാഹു വിശ്വാസമില്ല. പിന്നെ അതൊരു ആഘോഷമില്ല. അങ്ങനത്തെ ആളുകളൊക്കെ ഇനി അധികരിക്കും. എന്തുകൊണ്ട്? അള്ളാഹ് സുഭിക്ഷത വരുമ്പോൾ അള്ളാഹുവിനെ മറന്നുപോകും. ومن كان في هذه أعمى فهو في الآخرة أعمى
من كان في الدنيا أعمى القلب عن أداء شكر نعم الله فهو في الآخرة أعمى عن رؤية المنعم. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. പഠിച്ചോനെ നീ ഞങ്ങളെ കാക്കണമേ റബ്ബേ. നിന്റെ നിഅമത്തുകളാണ് മനസ്സിലാക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണമേ റബ്ബേ. നിന്നെ ഉറക്കപ്പറ നിന്റെ നിഅമത്തിനെ മനസ്സിലാക്കുന്നവരിൽ ഞങ്ങൾ നീ പെടുത്തണമേ റബ്ബേ. സാങ്കേതിക ശാസ്ത്രീയ സൗകര്യങ്ങൾ അള്ളാഹുവിനെ മതിമറപ്പിച്ചു. അള്ളാഹുവിനെ നമ്മൾക്ക് മറപ്പിച്ചു കഴിഞ്ഞു. ഇല്ല, പുതിയ സൗകര്യങ്ങൾ, പുതിയ ശാസ്ത്രീയ സൗകര്യങ്ങൾ. ഇപ്പോഴാണ് നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറയേണ്ടത്. പറയൂല, ചെയ്യൂല. രാവിലെ പീടിക ചെന്നാൽ 8 മണി വരെ പാലിട്ടു. 8 മണി കഴിഞ്ഞിട്ട് പിന്നെ പാല് കിട്ടണമെങ്കിൽ 3 മണി കഴിയണം. കട്ടൻ ചായ ഉണ്ടാവും. ആണോ അല്ലേ? പീടിക ചെന്നാൽ ചായക്ക് പോയില്ലേ? എന്തുകൊണ്ട്? പാല് കഴിഞ്ഞാൽ രാവിലെ 8 മണി 8:30 ആകുമ്പോഴത്തിന് പാല് കഴിഞ്ഞു. ഇനി പാൽ ചായ കിട്ടണമെങ്കിൽ 2ാം കറവ് വേണം. 3 മണി കഴിഞ്ഞിട്ട് ഒരു 5 മണി 5:30 കഴിയും. ഇപ്പോഴോ ഈ പേരിട്ട് പറയണം പാലൊഴിക്കരുത്. എപ്പോഴും ചായ. ഭൂമിയിൽ 783 കോടി ജനങ്ങൾക്കും പാലുള്ള പാൽ വിടണം. അത് പാലാണോ അല്ലേ വേറെ കാര്യം. അത് വേറെ അതേ ചോദ്യമില്ല. അത് പാലാണോ അല്ലേ എന്നുള്ളത് വേറെ വിഷയമാണ്. പക്ഷെ പാലുണ്ട്. അറിയില്ല. അപ്പോൾ വിഷയം എന്താ? വിഷയം സുഭിക്ഷത വന്നപ്പോൾ അള്ളാഹുവിന് മതി മറന്നു എന്നാണ്. സുഭിക്ഷത വന്നപ്പോൾ അള്ളാഹുവിന് മതി മറന്നുപോയി. ഇഷ്ടം പോലെ എല്ലാം നമുക്ക് കിട്ടി, അള്ളാഹുവിന് മതി മറന്നു. അള്ളാഹുവിന് മതി മറന്നു. എല്ലാവരും അള്ളാഹുവിനെ മതി മറന്നു. എൻ്റെ കൂട്ടുകാലത്ത് ഒരു മുതലാളിക്ക് മാത്രമേ നാട്ടിലൊരു മുതലാളി, എൻ്റെ നാട്ടിലാകണ്ടായിരുന്നു ഷുഗർ ഒരാൾക്കാണ്. അയാൾ മുതലാളിയായിരുന്നു. അപ്പം എല്ലാവരും അയാളൊരു ആരാധനാ മനോഭാവത്തില്ലേ അത്ഭുതത്തിൽ നോക്കും. അവർക്ക് ഷുഗറാണ്. പൈസ ഇഷ്ടം, പൈസ ഉള്ളവർക്കുണ്ടാണ് രോഗമാണ്. എന്ത് ഷുഗർ? ഒരു പണിക്കൂല. ഇന്നോ എല്ലാവർക്കും ഷുഗർ. കാരണം എല്ലാവർക്കും പൈസയാ. പിന്നെ അങ്ങനെ ഷുഗർ ഇല്ലാതിരിക്കണം? അങ്ങനത്ര ഉണ്ടാവുള്ളൂ. ഒരാൾ മാലിലൊക്കെ ഒരാളെ ഉള്ളൂ ഷുഗറുള്ളൂ. എല്ലാവരും വലിയ പൈസക്കാരനായിരിക്കും. അപ്പൊ ആളുകളൊക്കെ അങ്ങനെ കന്നുറ്റി നോക്കും. ഓ, മുപ്പരൊരു ഭാഗ്യം, അവർക്ക് ഷുഗർ ഉണ്ട്. പൈസ ഉണ്ടായാലേ ഷുഗർ ഉണ്ടാവും. പൈസക്കാര് മുപ്പരിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പീടിയിലും പാടത്തൊക്കെ ഒന്നിങ്ങനെ വന്ന് ഒരു കാലെടുത്ത് വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് മറ്റേ കാലെടുത്തുകൊള്ളും. അങ്ങനത്തെ മുതലാളിമാർക്ക് ഷുഗർ ഉണ്ടാവും. പൈസ പള്ളാർച്ച്. ഇന്ന് എല്ലാവർക്കും ഷുഗറാണ്. എന്തുകൊണ്ട്? എല്ലാവർക്കും പൈസയാ, എല്ലാവർക്കും ഷുഗറാ, എല്ലാവർക്കും ഷുഗറാ. ബാപ്പാൻ്റെ ഉമ്മാൻ്റെയും പൈസ തീരാത്തോണ്ട് ജനിക്കണ കുട്ടിക്ക് ഷുഗറോടുകൂടെ ബഹുമാനപ്പെട്ട ഷുഗറോടുകൂടെ ജനിച്ച കുട്ടികളും ഇഷ്ടംപോലെ ഉണ്ട്. എന്തേ? പള്ളർച്ച്. ബാപ്പാക്കും പൈസ, അമ്മാക്കും പൈസ. അപ്പൊ അവര് തടിമേൽ ഷുഗർ നിൽക്കാത്തോണ്ട് കുട്ടിക്കും കൊടുത്തു. ഷുഗറോടുകൂടെ മകൻ ജനിച്ച്. ബാപ്പാന്റെയും ഉമ്മാന്റെയും പൈസ തീരണില്ല. ചിന്തിക്ക്. ഞാൻ അവസാനിപ്പിക്കാം. എല്ലാവർക്കും കൊളസ്ട്രോളാ. ഇടക്കിടക്ക് നോക്കും. കൊളസ്ട്രോൾ എത്ര? 200 കഴിയാൻ പാടില്ല. 200 കഴിഞ്ഞാൽ ബോധം കൊടുക്കും. കൊളസ്ട്രോൾ 200 അപ്പുറം കൊടുക്കാൻ പാടില്ല. എൻ്റെ കുട്ടി കൊടുത്ത ഒരാൾക്കും ഷുഗർ കൊളസ്ട്രോൾ ഇല്ല. എന്തുകൊണ്ട്? 29 ആള് ഉള്ള എൻ്റെ പരയിൽ തറവാട്ട് 29 ആളാ. ആഴ്ചയിൽ 1 കിലോ ഇറച്ചി വാങ്ങും. 29 ആൾക്ക് 1 കിലോ ഇറച്ചി വാങ്ങിയാൽ എന്ത് കൊളസ്ട്രോളാണ്? അതും ആഴ്ചയിലേ വാങ്ങുള്ളൂ. അതും ആഴ്ചയിലേ വാങ്ങുള്ളൂ. അത് ഒരു ദിവസം രാവിലെ, വെള്ളിയാഴ്ച രാവിലെയാണ് ഇറച്ചിക്ക് പോവുക. വെള്ളിയാഴ്ച രാവിലെ ഇറച്ചിക്ക് വേണ്ടി ഞാനും എൻ്റെ അമ്മാവിൻ്റെ മകൻ ഇസ്മായിൽ മരിച്ചു, അള്ളാഹു കൊടുത്തു കൊടുക്കട്ടെ, നല്ലൊരു തന്നെ രാവിലെ ചെന്നും 10,000 അടുത്ത് വലിയ ഖുറാനില്ല. നിങ്ങൾ ഇറച്ചിക്ക് പോകാം. ഇറച്ചി കഴിഞ്ഞ് തിന്നൂല. 2 രൂപയായിരുന്നു ഇറച്ചിക്ക്. അപ്പോൾ ഒരാളെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, നേരെ ഇവിടെ വന്നിരുന്നു, ഇപ്പോൾ 50 പൈസ കൂടിക്കണ അജ്ജുമേന്ന് പറഞ്ഞു. 3 റുപ്യ കൊടുത്ത് ഇറച്ചി അങ്ങനെ തിന്നാനാവില്ല. 3 റുപ്യ കൊടുത്ത് ഇറച്ചി അങ്ങനെ തിന്നാനാവില്ല. അന്ന് ഇറച്ചിയില്ല. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ പോയി. കാരണം അന്ന് ഇറച്ചിയില്ല. ആകെ എത്ര ആക്ക ഇറച്ചി? 1 കിലോ 29 ആൾക്ക് ഇറച്ചിയാണ്. അത് തന്നെ 2-ൽ നിന്ന് 3-ലേക്ക് പോയപ്പോൾ വല്യമ്മ പറഞ്ഞു, ഇനി ഇവിടെ ഇറച്ചി വാങ്ങൂല. എൻ്റെ 3 റുപ്യ ആയിന്നാ അപ്പൊ കേൾക്കണത്. അങ്ങനുണ്ട്. എന്നിട്ട് ഈ 29 ആള് ഓരോരുത്തരും അൽഹംദുലില്ലാഹ് റബ്ബിന്റെ നിഅമത്ത ആഴ്ചയിലെങ്കിലും ഒരു ഇറച്ചി കൂട്ടുണ്ടല്ലോ. ഒരു കഷ്ണം ഇറച്ചി കിട്ടിയാൽ അത് കറാമത്ത.
ഈ 29 ആളിൽ ഓരോരുത്തർക്കും ഓരോ കഷ്ണം കിട്ടിയാൽ കറാമത്താണ്. രണ്ടാമത്തെ കഷ്ണം കിട്ടിയാൽ ഔലിയ പാപ്പ. അള്ളാഹു നിഅമത്തിനെ അള്ളാഹു പൂർത്തിയാക്കി കൊടുത്തതാണ് നമ്മളെ പ്രശ്നം. മതി പറഞ്ഞു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. غير المغضوب عليهم ولا الضالين. آمين.